ഒരു സുന്ദരമായ ഗ്രാമം. പച്ച പട്ട് വിരിച്ചതുപോലെ പരന്നു കിടക്കുന്ന പാടങ്ങൾ, മാനം മുട്ട് ഉയർന്നു നിൽക്കുന്ന വൻമരങ്ങൾ. ഇതാണ് കണിമംഗലത്ത് വീട്. നമ്മുടെ പാർക്കുട്ടി അമ്മയുടെയും രഞ്ജിത്ത് മേനോന്റെയും വീട്. ഇനി നമുക്ക് ആ വീടിന്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കിയാലോ? ഓ, എല്ലാം ഞാൻ തന്നെ ഒരാളെല്ലാം ചെയ്യണം. ഒറ്റ എണ്ണ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ഷോ, മണി എത്രയെന്ന് വല്ല വിചാരമുണ്ട്? അച്ചു അച്ചു. ഓ, നിങ്ങൾ പിന്നെയും തുടങ്ങിയോ രാവിലെ തന്നെ? ഓ, ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരാളിവിടെ രാവിലെ തൊട്ട് കിടന്ന് പെടാപ്പാട് വിടുക. നിങ്ങൾക്കതൊന്നും അറിയണ്ടല്ലോ. ഇപ്പോ ഇവിടെ എന്താ പ്രശ്നം? എത്ര നേരമായി അറിയോ? അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്. അച്ചു, നീയൊന്നും നിർത്ത്. അവള് നല്ല ലേറ്റ് ആയിട്ടല്ലേ വന്നേ. നല്ല ക്ഷീണം കാണും. ആ, ഇതാ വരുന്നു അച്ചു. എന്താ അമ്മ എന്നെ വിളിച്ചതായിരുന്നു? ഞാനൊന്നും പറയുന്നില്ല. ഈ രാത്രിയുള്ള കമ്പനി മീറ്റിംഗ് നിർത്തിക്കുന്നുണ്ട് കേട്ടോ. കമ്പനി മീറ്റിംഗോ? എന്തൊക്കെയാ പാറു നീ പറയുന്നേ? നീ ഇവൾക്ക് ഒരു കടുപ്പത്തിൽ ചായട്ട് കൊടുത്തു. ക്ഷീണൊക്കെ പോയിക്കോളും. അതെന്താടി ഒരു ചക്ക വീണ ശബ്ദം? ഞാനും കേട്ടു. അത് നമ്മുടെ കുഞ്ഞിയുടെ മുറിയിൽ നിന്നല്ലേ? നീ ഒന്ന് പോയി നോക്കിക്ക. ആ മാം, ഞാൻ വരുന്നു. കുഞ്ഞി കുഞ്ഞി. കുഞ്ഞി, നീ എങ്ങനെ നിലത്ത് വന്ന്? ഓ, മനുഷ്യനാണ്. എന്നെ ഒന്ന് ആദ്യം പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ട അച്ചു. എന്താടി പറ്റിയത്? ഒന്നും പറയണ്ട എന്റെ ചേച്ചി. ആ, എന്നാ പറയണ്ട, ഞാൻ പോവാം. ചേച്ചി, എന്താടി കുരിപ്പേ? ഒരാളോടെ നടുവും തല്ലി വീണിട്ട് ഒന്ന് ചോദിക്കണ പോലും ചെയ്യണില്ല. നീ അത് പറയണമെന്നില്ല, എനിക്കറിയാം എങ്ങനെയാ വീണേന്ന്. സ്വപ്നം കണ്ടിട്ടല്ലേ? അതെങ്ങനെ മനസ്സിലായി? അത് പിന്നെ അങ്ങനെയാണല്ലോ. അതെ, ഏത് സിനിമയാ കണ്ടേ? ടോപ്പ് ഗൺ മാവറിക്. പൊളി സിനിമയാ. നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പാതിരാത്രി ഇരുന്ന് സിനിമ കണ്ടിരിക്കരുതെന്ന്. ഇങ്ങനത്തെ സിനിമ കണ്ടാ നിനക്ക് പ്രാന്താവും കുഞ്ഞി. സമയം എത്രയെന്ന് വല്ല ചിന്തയുണ്ടോ നിനക്ക്? ഈശ്വര, പറഞ്ഞ പോലെ സമയത്രേ? Hours later. ചേച്ചി, കുഞ്ഞി പൊളിച്ച്. നിന്റെ സാരിയിൽ കാണാൻ നല്ല രസമുണ്ട്. ആ, നല്ല ഭംഗിയുണ്ട് കുഞ്ഞിനെ കാണാൻ. അല്ല, ഇതൊക്കെ കെട്ടി വിളിച്ചെങ്ങോട്ടാ? ഇന്നൊക്കെ ഫെയർവെല്ലാണ്. ആ, ഞാനങ്ങ് മറന്നു. എന്തായാലും കൊള്ളാം. പാറു, ഞാൻ ഇറങ്ങാട്ടോ. ഛേ, ഇതാര്? നമ്മുടെ കുഞ്ഞി തന്നെയാണോ? ഷോ, എല്ലാരും പൊക്കി പൊക്കി കുഞ്ഞിനെ അയറിലാക്കിയില്ല. ഒന്ന് പോവാ ചേച്ചി.